ചെയ്തിരുന്നു. ഈ അഭിസംബോധനയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയെ തുടർന്ന് കോൺഗ്രസ് നേതാവും AICC അംഗവുമായ അനിൽ അക്കരയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. ഔദ്യോഗിക പ്ലാറ്റ്ഫോം രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാനും രാഷ്ട്രീയ പ്രചരണത്തിനുമായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്തു എന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയത്. പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക പ്രസംഗത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തുന്നത്. സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ലെന്നും പ്രസംഗത്തിൽ ഉടനീളം 59 തവണ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫെഡറൽ ഘടനയെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന് ജനറൽ സെക്രട്ടറി ജയറാം രമേശും പ്രതികരിച്ചിരുന്നു. രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട പ്രധാനമന്ത്രി പക്ഷപാതപരമായ പ്രസംഗങ്ങളാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ CPM-ഉം പരാതി നൽകിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പ്രധാനമന്ത്രി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തിയത് രാഷ്ട്രീയ പ്രചരണമാണെന്ന് MA ബേബി പറഞ്ഞു. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും MA ബേബി തുറന്നടിച്ചു. അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഔദ്യോഗിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താൻ പാടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായി പ്രവർത്തിക്കുകയാണ്. ന്യൂനപക്ഷ മതത്തെ ലക്ഷ്യം വെച്ചുള്ള സത്യവിരുദ്ധ പ്രചരണം ബംഗാളിൽ അമിത്ഷാ നടത്തി. CPM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും MA ബേബി അറിയിക്കുന്നു. ഇതിനു മുമ്പ് നൽകിയ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഈ ബിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ്. ആഭാസകരമായാണ് പാർലമെന്റിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നും MA ബേബി തുറന്നടിച്ചു. വനിതാ സംവരണം എന്നത് BJPയുടെ ശുദ്ധ തട്ടിപ്പാണെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദം. വനിതാ സംവരണത്തിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും BJPയുടെ വനിതാ സംവരണം ശുദ്ധ തട്ടിപ്പാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെടുന്നു. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള മണ്ഡല വിഭജനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മറികടക്കാനാണ് ഈ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. വനിതാ സംവരണം എന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ 850 വർദ്ധിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ജനസംഖ്യ അടിസ്ഥാനത്തിലൂടെയുള്ള മണ്ഡല വിഭജനത്തിലൂടെ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിച്ച് അതിന്റെ രാഷ്ട്രീയ നേട്ടം പ്രയോജനപ്പെടുത്തി ഭരണ തുടർച്ച നിലനിർത്താനുള്ള ഗൂഢ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെടുന്നു. വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി രാജ്യത്തെ മുഴുവൻ വനിതകളെയും വഞ്ചിച്ചുവെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. സംവരണത്തെ അട്ടിമറിച്ചുള്ള സ്ത്രീ വഞ്ചന കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. ഷബാനു കേസിൽ സുപ്രീം കോടതി നൽകിയ വിധി അട്ടിമറിക്കാൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന നീതി നിഷേധിച്ചവരാണ് കോൺഗ്രസുകാരെന്നും പ്രഹ്ലാദ് ജോഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് വനിതകളോട് കാണിച്ച വഞ്ചന മറയ്ക്കാനായി മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം കുറയുമെന്ന വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് പ്രഹ്ലാദ് ജോഷി കുറ്റപ്പെടുത്തി. നിലവിലെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിൽ പാസ്സായാൽ ലോക്സഭയിൽ